പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. കോവിഡിന്റെ രണ്ടാം തരംഗം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കാലത്ത് കോവിഡിന്റെ മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലും ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. 20,000 കോടിയിലുള്ള സ്പ്ലിറ്റപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അത് ആരോഗ്യ പാക്കേജാണ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അത് ഇന്ന് അല്പസമയം മുമ്പ് KN ബാലഗോപാലും നമ്മളോടൊപ്പം പറഞ്ഞു. അത് സാമൂഹിക മേഖലയിലുള്ള പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഈ രണ്ടാം തരംഗത്തെ നേരിടാനുള്ള കോവിഡ് പാക്കേജിലുണ്ട് എന്നുള്ളതാണ് ധനമന്ത്രി പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് സ്പ്ലിറ്റപ്പിലേക്ക് നമ്മൾ വന്നാൽ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ 2,800 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ 1,000 കോടി രൂപ വാക്സിൻ സൗജന്യമായി നൽകാൻ വേണ്ടിയാണ്. 500 കോടി രൂപ വാക്സിൻ്റെ വിതരണത്തിനു വേണ്ടിയുള്ള അനുബന്ധ സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയാണ്. 10 കോടി രൂപ വാക്സിൻ ഗവേഷണത്തിനുള്ളതാണ്. അതായത് അടിയന്തരമായി ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള 2,800 കോടി രൂപയാണ് ഈ 20,000 കോടി രൂപയുടെ ആദ്യത്തെ കമ്പോണന്റ്. എന്നാൽ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. സൗജന്യ വാക്സിനു വേണ്ടി 1,510 കോടി രൂപയാണ്. അതിൽ 1,000 കോടി സൗജന്യ വാക്സിനു വേണ്ടി കമ്പനികൾക്ക് നൽകാൻ, വാക്സിൻ ഗവേഷണത്തിന് 10 കോടി, അനുബന്ധ സ്ഥാപനങ്ങൾക്കുള്ള 500 കോടി എന്നിങ്ങനെയാണ്. നെക്സ്റ്റ് പോയിന്റ്, ആയുഷ് വകുപ്പിന് വേണ്ടി 20 കോടി രൂപ കൂടി ഈ ഘട്ടത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തുടങ്ങിയവയ്ക്കുള്ള ആശുപത്രികളിൽ കിടക്കകൾക്ക് 10 കിടക്കകൾക്കുള്ള ഐസൊലേഷൻ വാർഡുകൾ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 20,000 കോടിയുടെ ഉത്തേജന പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയാൽ ആരോഗ്യ മേഖലയിൽ 150 മെട്രിക് ടൺ ഓക്സിജൻ പ്ലാന്റ് ആണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള പദ്ധതി വിഹിതം കൂടി ഈ 20,000 കോടിയുടെ ഭാഗമായ 2,800 കോടി രൂപയിൽ KN ബാലഗോപാൽ വകയിരുത്തിയിട്ടുണ്ട്. മൂന്നാം തരംഗത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രൈമറി ഹെൽത്ത് സെന്റർ, ഒപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ തുടങ്ങിയ ആശുപത്രികളിൽ പ്രാദേശികമായി ഐസൊലേഷൻ കിടക്കകൾ ഒരുക്കാനുള്ള സംവിധാനമുണ്ട്. ഓർമ്മിക്കണം, 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിങ്ങളുടെ പഞ്ചായത്തിലെ, നിങ്ങളുടെ വാർഡിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഒരുക്കാനുള്ള സംവിധാനം അത് MLA ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കണമെന്നാണ് അല്പസമയം മുമ്പ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഈ 2,800 കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. പകർച്ചവ്യാധികൾ നേരിടാൻ മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക ബ്ലോക്കുകൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഇതിനുള്ള വിഹിതവും ഈ 2,800 കോടി രൂപയുടെ ഭാഗമായിട്ടാണ്. തീർന്നിട്ടില്ല. മൂന്നാം തരംഗം പിടിമുറുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് കുട്ടികളെയാണ് എന്നൊരാശങ്ക നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പീഡിയാട്രിക് ICUകൾ സജ്ജീകരിക്കാനുള്ള സംവിധാനം, അതിനായി 25 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കൂടുതൽ പീഡിയാട്രിക് ICU വാർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി 25 കോടി രൂപ. തീർന്നിട്ടില്ല. ഇത് ആരോഗ്യ മേഖലയിലെ 2,800 കോടി രൂപയുടെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ്. ഇതിൽ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിന്റെ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ 8,900 കോടി രൂപ നേരിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൂടി വിഭാവനം ചെയ്യുന്നുണ്ട് 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജിൽ. ഇത് കൂടാതെ 8,300 കോടി രൂപയുടെ ലോൺ വഴിയും പലിശ ഇനത്തിലുള്ള സബ്സിഡി ഇനത്തിലുമായി കൂടുതൽ തുക കൂടി വകയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിലാണ് ഈ പ്രധാനമായും KN ബാലഗോപാലിന്റെ ബഡ്ജറ്റ് ശ്രദ്ധയൂന്നുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ കമ്പോണന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ധനമന്ത്രിയുടെ ഈ ബഡ്ജറ്റ് അവതരണത്തിന്റെ ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ രീതിയിൽ ഡോക്ടർ തോമസ് ഐസക് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ശീലങ്ങൾ മാധ്യമങ്ങൾ ടെലിവിഷനിൽ പകർത്തുന്നതും ദൃശ്യങ്ങളിൽ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു. എന്നാൽ ഈ ധനമന്ത്രിമാരുടെ എല്ലാ പതിവ് ശീലങ്ങളിൽ നിന്നും മാറിയായിരുന്നു KN ബാലഗോപാലിന്റെ കന്നി ബഡ്ജറ്റ് അവതരണം. കുടുംബാംഗങ്ങളോടൊപ്പമുള്ള പ്രാതൽ മുതൽ ബഡ്ജറ്റിൽ പതിവുള്ള ഉദ്ധരണികളും കവിതകളും വരെ ഒഴിവാക്കി രാവിലെ 9 മണിക്ക് ആരംഭിച്ച ബഡ്ജറ്റ് വായന 1 മണിക്കൂർ 1 മിനിറ്റിൽ, അതായത് 61 മിനിറ്റോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ സവിശേഷതകളിലേക്ക് ഒരു റിപ്പോർട്ട് കണ്ടു മടങ്ങി വരും.
മുൻഗാമികളെപ്പോലെ വിഴിഞ്ഞത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലായിരുന്നില്ല KN ബാലഗോപാലിൻ്റെ ആദ്യ ബജറ്റ് തയ്യാറായത്. പകരം താൽക്കാലിക താമസ സ്ഥലമായ തൈക്കാട്ടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് ഇറങ്ങിയതും അവിടെ നിന്നു തന്നെ. കുടുംബാംഗങ്ങളുമൊത്ത് പ്രഭാത ഭക്ഷണം കഴിച്ച് ആഘോഷമായി നിയമസഭയിലേക്ക് ഇറങ്ങിയിരുന്ന മുൻ ധനമന്ത്രിമാരുടെ മാതൃകയാണ് KN ബാലഗോപാൽ വേണ്ടെന്ന് വെച്ചത്. ഗസ്റ്റ് ഹൗസിലെ പ്രഭാത ഭക്ഷണത്തിന് ഒപ്പമുണ്ടായിരുന്നത് ബജറ്റിൻ്റെ കോപ്പിയുമായി എത്തിയ അച്ചടി വകുപ്പിലെ ഉദ്യോഗസ്ഥർ. നിയമസഭയിലേക്ക് ഇറങ്ങും മുൻപ് മാധ്യമങ്ങളോട് ബജറ്റിനെക്കുറിച്ച് 2 വാക്ക്. ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിലും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ആരോഗ്യവും ജനങ്ങളുടെ സാമ്പത്തിക നിലയും ഒക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൃത്യം 9 മണിക്ക് ബജറ്റ് വായന ആരംഭിക്കുന്നു. മുൻഗാമികളെപ്പോലെ മഹാന്മാരുടെ ഉദ്ധരണികളൊന്നും പ്രസംഗത്തിലില്ല. കുട്ടികളുടെയോ മുതിർന്നവരുടെയോ കവിതകളില്ല, കഥകളില്ല. 1 മണിക്കൂർ നീണ്ട കാര്യം പറച്ചിൽ മാത്രം. തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും നേരെ വാ നേരെ പോമട്ട്. ഇനി 1250 കോടി ആവുന്നിരിക്കട്ടെ വാക്സിന്, നമ്മളത് കൊടുക്കും. മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഈ കമ്മിറ്റ്മെന്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മറ്റു പൊടിപ്പും തൊങ്ങലുകളുമൊന്നുമില്ലെങ്കിലും കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരായ വിമർശനങ്ങൾ ബജറ്റിൽ ഇടം കണ്ടെത്തിയിരുന്നു. തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ 2ാം കോവിഡിനിടയിലുള്ള ഒരു തുടർ ബഡ്ജറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ബഡ്ജറ്റ് തന്നെയാണ് തോമസ് ഐസക് അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് ഈ ബഡ്ജറ്റിന്റെ തുടർച്ചയിലും പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ തന്നെയാണ് KN ബാലഗോപാൽ ബഡ്ജറ്റിനെ കണ്ടത്. പൊതുവിദ്യാഭ്യാസത്തിന് എന്തൊക്കെ ഊന്നൽ നൽകുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്കായി ഒരു സാമൂഹിക ആരോഗ്യ പദ്ധതി, സമഗ്രമായ സാമൂഹിക ആരോഗ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ചയും കോവിഡ് കാലത്തെ പ്രത്യേക പഠനത്തിനുതകുന്ന സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ബഡ്ജറ്റ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൂടി മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇതിൽ കോവിഡ് കാലത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉദാഹരണത്തിനുള്ള ഒരു പദ്ധതി ഈ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്നത് ഞാൻ പറയാം. കുട്ടികളുടെ മാനസിക വൈഷമ്യങ്ങൾ പരിഹരിക്കാനായി ടെലി കൗൺസിലിംഗ് എന്ന ഒരു സംവിധാനം ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ തിരിച്ച് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി എന്ന നിലയിലാണ് ടെലി കൗൺസിലിംഗ് ഏർപ്പെടുത്താൻ ഈ ബഡ്ജറ്റ് ഒരു പ്രൊവിഷൻ മുന്നോട്ട് വയ്ക്കുന്നു, കുട്ടികളുടെ മാനസിക വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ. ആൻഡ് പോയിന്റ് നമ്പർ 3, കോവിഡ് കാലത്തെ അധ്യയനത്തിന്റെ ഭാഗമായി കുട്ടികളിൽ ഉണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ യോഗ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക വ്യായാമങ്ങൾ വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുമെന്നത് കൂടിയാണ്. യോഗയ്ക്കെതിരെ ഇടതുമുന്നണി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ടെങ്കിലും ഈ കോവിഡ് കാലഘട്ടത്തിൽ യോഗ സ്ട്രെസ് ഫ്രീ ആക്കാൻ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വിക്ടേഴ്സ് ചാനൽ വഴി യോഗ ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ സംപ്രേഷണം ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4, കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെഷൻ ഏർപ്പാടാക്കാനും ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും പ്രതിരോധ ശേഷിയും വീണ്ടെടുത്ത് നൽകുന്നതിനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നുവെന്നർത്ഥം. സ്കൂൾ വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സിന് 10 കോടി രൂപ വകയിരുത്തുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നേരത്തെ പഠനമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് SCRTയും തിരുവനന്തപുരത്തെ വനിതാ കോളേജും സംഘടിപ്പിച്ച പഠനത്തിൽ തന്നെ 48,000-ഓളം വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ മീഡിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പുറത്തു നിൽക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസം കൂടുതൽ ശാക്തീകരിക്കുന്നതിനായി 10 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് KSFE വഴി 2 ലക്ഷം രൂപ വായ്പയായി നൽകാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ലാപ്ടോപ്പുകൾ നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 2 ലക്ഷം ലാപ്ടോപ്പുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിലെ പ്രൊവിഷന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. KSFE വഴി 2 ലക്ഷം ലാപ്ടോപ്പുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആധുനികവൽക്കരണത്തിന് സമിതി, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം കൂടുതൽ പരിഷ്കരണം ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായും KN ബാലഗോപാൽ പറയുന്നത്. വിദ്യാഭ്യാസ ആധുനികവൽക്കരണത്തിന് സമിതി ഉണ്ടാവുന്നു. റിഫോംസ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമിതിയെ തന്നെ നിശ്ചയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് KN ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്.
സ്കൂളുകളിൽ നേരിട്ടുള്ള അധ്യയനം നടക്കാത്ത സാഹചര്യത്തിൽ വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യയിലൂടെ പഠനം നടത്താൻ പ്രത്യേകം പദ്ധതി. സ്കൂൾ അന്തരീക്ഷത്തിൽ പഠനം സാധ്യമാകുന്ന രീതിയിൽ ഓൺലൈൻ അധ്യയന സംവിധാനം നടപ്പാക്കും. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്നും ബഡ്ജറ്റ് വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ. റിപ്പോർട്ട്. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ കർമ്മപരിപാടികൾ നടപ്പാക്കും. ഇതേക്കുറിച്ച് വിശദമായ പഠനം നടത്തുന്നതിനായി വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വിദഗ്ധരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. കോവിഡ് രോഗവ്യാപനം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ കൗൺസിലിംഗ് നൽകുന്നതിനായി ഒരു സ്ഥിരം സംവിധാനം ആരംഭിക്കും. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസുകൾക്കൊപ്പം അതത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസുകൾ കൂടി സംഘടിപ്പിക്കും. വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ പഠനം സാധ്യമാക്കുന്ന രീതിയിൽ ഒരു പുതിയ ഓൺലൈൻ അധ്യയന സംവിധാനം സൃഷ്ടിക്കും. ഇതിനായി 10 കോടി രൂപ അനുവദിച്ചു. കുട്ടികളുടെ ശാരീരിക ആരോഗ്യവും പ്രതിരോധശേഷിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെഷനുകൾ വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യും. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് 2 ലക്ഷം ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്നതിനുള്ള KSFE സ്കീം സമയബന്ധിതമായി നടപ്പാക്കും. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഗവേഷണമടക്കമുള്ള എല്ലാ മേഖലകളിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. പുനഃസംഘാടനത്തിന് 3 മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കാൻ ഉന്നതാധികാരമുള്ള കമ്മീഷനെ നിയോഗിക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച തുടർ ബഡ്ജറ്റിന്റെ 3ാമത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കെ.എൻ. ബാലഗോപാൽ നൽകുമെന്നത് നേരത്തെ തന്നെ നമ്മൾ കണക്കാക്കിയിരുന്നതാണ്. കാർഷിക സംഘമടക്കമുള്ള ഒട്ടേറെ പ്രധാനപ്പെട്ട സമിതികളിൽ അംഗവും നേതാവുമായിരുന്നയാളാണ് കെ.എൻ. ബാലഗോപാൽ. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്കും ഈ ബഡ്ജറ്റിൽ ശക്തമായ പിന്തുണയും കൂടുതൽ സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ കാർഷിക മേഖലയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് കാർഷിക സഹകരണ സംഘങ്ങൾക്കുള്ള വായ്പയാണ്. 2000 കോടി രൂപയുടെ വായ്പ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. തീർന്നില്ല. ഇങ്ങനെ നൽകുന്ന സഹകരണത്തിന് നൽകുന്നത് ഏകദേശം 4% പലിശ മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നും ബഡ്ജറ്റ് പറയുന്നു. 5 ലക്ഷം രൂപ വരെ ഒരു കർഷകന് ഇപ്രകാരം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് 2000 കോടി രൂപ കേരള ബാങ്ക് വഴി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകുന്നത് എന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്ക് കാർഷിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. അങ്ങനെ കേരള ബാങ്ക് വഴി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ 5 ലക്ഷം രൂപ വരെ നൽകുന്നു എന്നുള്ളതാണ്. കൃഷിഭവനുകൾ സ്മാർട്ടാക്കും എന്നുള്ളതാണ് ഡിജിറ്റലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ്. പ്രാരംഭ ചെലവിന് 10 കോടി രൂപ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്, കൃഷിഭവനുകൾ സ്മാർട്ടാകുമ്പോൾ കൃഷി സ്മാർട്ടാകുന്നുണ്ടോ, അതിനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെന്തായാലും അഗ്രോ ഫാമിങ്ങും പാർക്കുകളും അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ഇത്തരം പദ്ധതി കൂടുതൽ ശാക്തീകരിക്കും എന്നാണ് തോമസ് ഐസക് തന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നതിന്റെ തുടർച്ചയായി നമുക്കിതിനെ കാണാം. കൃഷിഭവനുകൾ സ്മാർട്ടായി മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടി 10 കോടി രൂപയാണ് ഇതിനുവേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സർക്കാർ അവതരിപ്പിച്ച വിവിധ ബഡ്ജറ്റുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ളവയെ ബഡ്ജറ്റിന്റെ ഭാഗമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് സുഭിക്ഷ കേരളം പദ്ധതി കൂടി കാർഷിക മേഖലയിൽ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുക കൂടി ചെയ്യുന്നു. അങ്ങനെ കാർഷിക മേഖലയ്ക്കും സമഗ്രമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ക്ഷീരമേഖലയ്ക്ക് പ്രത്യേക പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രത്യേക ആനുകൂല്യവും ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. ക്ഷീരമേഖലയ്ക്കായി പ്രത്യേക പദ്ധതി വിഭാവനം ചെയ്യുന്നു. പാൽ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ഫാക്ടറിക്കുള്ള പദ്ധതി കൂടി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പരാമർശിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാർഷിക മേഖല ഒപ്പം തന്നെ ഡയറി സെക്ടറിനും തുല്യമായ പ്രാധാന്യം നൽകുന്നു കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി, തോട്ടം കൃഷിക്കാർക്ക് കൂടുതൽ ശക്തി നൽകാൻ വേണ്ടി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ശക്തിപ്പെടുത്താനും 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് കെ.എൻ. ബാലഗോപാലിന്റെ ബഡ്ജറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പ്ലാന്റേഷൻ
ഫാമിംഗ്, ഒപ്പം തന്നെ ഡയറി, ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകുന്നു. വിഷരഹിത പച്ചക്കറികൾ കേരള ബാങ്കിലൂടെ സബ്സിഡി നൽകുക, ജൈവ പച്ചക്കറിക്കുള്ള കൂടുതൽ പ്രാധാന്യവും കൂടുതൽ പ്രോത്സാഹനവും നൽകുന്ന ബഡ്ജറ്റായി KN ബാലഗോപാലിന്റെ കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ വരുത്തുന്നു. റബ്ബറിന്റെ സബ്സിഡി കുടിശ്ശികയ്ക്ക് 50 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, തോമസ് ഐസക് കഴിഞ്ഞ തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 170 രൂപയായി റബ്ബറിന്റെ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 165-ും 170-നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. 200 രൂപയിലേക്ക് റബ്ബറിന്റെ സബ്സിഡി മാറ്റണം എന്നുള്ളതായിരുന്നു കർഷകരുടെ ആവശ്യം. ഇപ്പോൾ റബ്ബർ സബ്സിഡി കുടിശ്ശികയ്ക്ക് 50 കോടി രൂപയാണ് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് താങ്ങുവില 170-ൽ നിന്ന് ഉയർത്തുന്നുവെന്ന് അർത്ഥവുമില്ല. കോവിഡ് പ്രതിസന്ധി മൂലം കാലവർഷവും ദുരിതത്തിലാക്കിയ കാർഷിക മേഖലയെ പുനരുദ്ധരീകരിക്കുന്നതിനുള്ള പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്തി പദ്ധതികളാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. പാലുപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള ഫാക്ടറി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാന്റേഷൻ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി, ഇതെല്ലാം KN ബാലഗോപാലിന്റെ കാർഷിക മേഖലയിൽ കൂടുതൽ പരിഗണന അർഹിക്കുന്ന വിഷയങ്ങളായി മാറുന്നു. ഒരു റിപ്പോർട്ട്, ബഡ്ജറ്റ് കാർഷിക മേഖലയെ സമീപിക്കുന്നത് എങ്ങനെ? കൃഷിഭവനുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള പ്രാരംഭ ചെലവിന് 10 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവച്ചത്. COVID-19 സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരെയും ചെറുപ്പക്കാരെയും കാർഷിക വൃത്തിയിലേക്ക് തിരികെ കൊണ്ടുവരിക കൂടിയാണ് ലക്ഷ്യം. കേരള ബാങ്ക് വഴി കുറഞ്ഞ പലിശയ്ക്ക് കാർഷിക വായ്പ നൽകും. കാർഷിക മേഖലയുടെ വിപണനത്തിനായി സേവന ശൃംഖല ആരംഭിക്കും. 2 ജില്ലകളിൽ ഈ വർഷം തന്നെ പൈലറ്റ് പദ്ധതി തുടങ്ങും. കാർഷിക ഉൽപാദന കമ്പനികളെയും സഹകരണ സംഘങ്ങളെയും കർഷക ചന്തകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിക്കായി 10 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ശക്തിപ്പെടുത്തും. പ്രാരംഭമായി 2 കോടി രൂപ അനുവദിച്ചു. വലിയ തോട്ടങ്ങളിലുള്ളവർ മാത്രമല്ല, 10 ഏക്കറും 5 ഏക്കറും ഒക്കെ ഉള്ളവർക്ക് പോലും റബ്ബറോ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മേഖലയിൽ തകർച്ചയുണ്ട്. ഇപ്പം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്ലാന്റേഷൻ മേഖലയെ ഒന്ന് റിവൈവ് ചെയ്യാനുള്ള നല്ലൊരു പ്രപ്പോസൽ ഇതിലുണ്ട്. റബ്ബർ സബ്സിഡി പൂർണ്ണമായും കൊടുക്കാൻ 50 കോടി രൂപയും ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. KN ബാലഗോപാൽ അവതരിപ്പിച്ച കേരള ബഡ്ജറ്റ് 2021 ഒരു തുടർ ബഡ്ജറ്റായി മാറുന്നു. ആ തുടർ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലെ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇനി തീരദേശത്തേക്ക് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യം നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നം പൊഴിയൂരും ചെല്ലാനവും അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ കനത്ത പ്രളയം വിതച്ചിരിക്കുന്ന, കടൽക്ഷോഭം വിതച്ചിരിക്കുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നമായി ചെല്ലാനവും പൊഴിയൂരും അടക്കമുള്ള തീരമേഖല തുടരുമ്പോഴാണ് ഈ ബഡ്ജറ്റിൽ കേരളത്തിന്റെ തീരമേഖല KN ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചത്. എന്താണ് ഈ ബഡ്ജറ്റിൽ പരാമർശിക്കുന്നത് നോക്കൂ. തീരസംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരളത്തിലെ തീരമേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി, അതും ആധുനികവൽക്കരിച്ച് ശാസ്ത്രീയ സംവിധാനങ്ങളോടുകൂടി പരമ്പരാഗത തീരസംരക്ഷണ രീതികളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജാണ് KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1500 കോടി രൂപ ഇതിനുവേണ്ടി വിനിയോഗിക്കും. ഇതാകട്ടെ കിഫ്ബി പദ്ധതിയിൽ നിന്ന് ഉപയോഗിക്കും എന്നതാണ് KN ബാലഗോപാൽ പറയുന്നത്. തീരദേശ സംരക്ഷണത്തിന് വേണ്ടി 1500 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണ പാക്കേജാണ് KN ബാലഗോപാലിന്റെ ഇന്നത്തെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന്. വഴിയോര സൗകര്യ കേന്ദ്രങ്ങൾക്ക് അഥവാ അമ്യൂണിറ്റി സെന്ററുകൾ, വേ സൈഡ് അമ്യൂണിറ്റികൾക്ക് വേണ്ടി 240 കോടി രൂപ കൂടി മുടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തീരദേശ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ടൂറിസം പ്രാധാന്യവും നൽകുന്നതിന് വേണ്ടി കിഫ്ബിയിൽ നിന്നുള്ള 1500 കോടിക്ക് പുറമെ 5 വർഷം കൊണ്ട് 1300 കോടിയുടെ പദ്ധതിയാണ് തീരസംരക്ഷണത്തിനു വേണ്ടി മാത്രം ഈ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വഴിയോര സൗകര്യ കേന്ദ്രങ്ങൾക്ക് 240 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. 5300 കോടി രൂപയുടെ പാക്കേജ് 5 വർഷം കൊണ്ട് തീരമേഖലയിൽ നടപ്പാക്കുന്നു. തീർന്നിട്ടില്ല. തീരദേശ പരിപാലനത്തിനോടൊപ്പം തന്നെ തീരദേശ വികസനത്തിനു വേണ്ടി സർക്കാർ 11,000 കോടി രൂപയുടെ പദ്ധതി കൂടി മുന്നിൽ കാണുന്നു. ശാസ്ത്രീയമായ തീരദേശ സംരക്ഷണ പരിപാലന മാർഗത്തോടൊപ്പം തീരദേശ വികസനത്തിനു വേണ്ടി 11,000 കോടി രൂപ കൂടി KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിൽ ചേർത്തു വയ്ക്കുന്നു. തീരസംരക്ഷണത്തിനായി സമഗ്ര പദ്ധതികളാണ് ഇക്കാര്യത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11,000 കോടി രൂപയുടെ പദ്ധതികൾ. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ലെന്നും പദ്ധതി നടപ്പാക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് തീരദേശവാസികൾ പ്രതികരിച്ചത്. റിപ്പോർട്ട്. തീരദേശവാസികളുടെ ദുരിത ജീവിതവും തീരസംരക്ഷണവും വലിയ പ്രാധാന്യത്തോടെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീരസംരക്ഷണത്തിനായി 11,000 കോടിയും കടൽഭിത്തി നിർമ്മാണത്തിന് കിഫ്ബി ഫണ്ടും ബജറ്റിൽ വകയിരുത്തി.
അടിയന്തര പ്രാധാന്യമുള്ള ആശ്വാസ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 40 മുതൽ 75 കിലോമീറ്റർ വരെ തീരത്തുള്ള ഏറ്റവും ദുർബലമായ മിക്ക പ്രദേശങ്ങളിലും ട്രൈപ്പോഡുകളും ഡയഫ്രം മതിലുകളും സംയോജിപ്പിച്ച് സംരക്ഷണത്തിനായി ഏറ്റെടുക്കും. ഏറ്റവും ദുർബലമായ പ്രദേശങ്ങൾ ആദ്യം അടിയന്തരമായി സംരക്ഷിക്കപ്പെടുമ്പോൾ തീരപ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിന് ബാത്തിമെട്രിക് ഹൈഡ്രോഗ്രാഫിക് പഠനങ്ങൾ നടത്തും. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ അവലംബിച്ചായിരിക്കും തീരസംരക്ഷണം നടപ്പിലാക്കുക. തീരമേഖലയുടെ ഘടനയ്ക്ക് അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക പഠനങ്ങളും നടത്തും. ഇതിനായി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, NIOT, IIT-കൾ എന്നിവയുടെ വൈദഗ്ധ്യം ഉപയോഗിക്കും. അതേസമയം സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാകും വരെ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ചെല്ലാനം നിവാസികൾ പ്രതികരിച്ചു. ഞങ്ങൾക്ക് ഒന്നും ഗവൺമെന്റ് തരണ്ട, ഞങ്ങൾക്ക് കടൽ ഭിത്തി കുരുമുട്ടും മാത്രം തന്നാൽ മതി. ഞങ്ങൾക്ക് കിറ്റും തരണ്ട, ഒന്നും തരണ്ട ഗവൺമെന്റ്. ഞങ്ങൾ ജനിച്ച മണ്ണി മരിക്കോളം ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിച്ചു തന്നാൽ മതി. ബഡ്ജറ്റും പ്രഖ്യാപനങ്ങളും കൊണ്ട് കോൾമേർ കൊള്ളുന്ന അവസ്ഥയൊക്കെ ചെല്ലാനത്തുകാരുടേത് മാറി. ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഈ പുലിമുട്ടും ശിവളം പണിഞ്ഞു തന്നാൽ മതി. അപ്പോൾ കടലത്തിന് ശാശ്വത പരിഹാരമാകും. അത് ചെയ്ത് തന്നാൽ മതി ഞങ്ങൾക്ക്. അല്ലാണ്ട് ഇവർ വാഗ്ദാനം ചെയ്ത് വെച്ചിങ്ങനെ വിട്ടേച്ചും പോകരുത്. തീരദേശ ഹൈവേയിൽ വേസൈഡ് അമ്യൂണിറ്റി സെന്ററുകൾ, മത്സ്യ സംസ്കരണത്തിന് 5 കോടി രൂപയുടെ പദ്ധതിയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. 24 കൊച്ചി. തൊഴിൽ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തൊഴിലിന് പ്രാധാന്യം നൽകിയിരുന്നു. മാത്രവുമല്ല, ഈ കോവിഡ് കാലത്ത് പണി മുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി IT മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് പോലും വർക്ക് നിയർ ഹോം പദ്ധതികൾ പോലും തോമസ് ഐസക് ഉൾപ്പെടുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ KN ബാലഗോപാലിന്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലിൽ എന്ത് പരിഷ്കാരങ്ങൾ വരുത്തും, തോമസ് ഐസക് പ്രഖ്യാപിച്ചിരിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നോക്കൂ, തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിലെ ശ്രദ്ധേയമായ തീരുമാനങ്ങൾ. കുടുംബശ്രീക്ക് 1000 കോടിയുടെ വായ്പാ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുറഞ്ഞ പലിശയ്ക്ക് പണം കടമെടുക്കാനുള്ള സംവിധാനം കുടുംബശ്രീ പദ്ധതിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സർക്കാർ നേരിട്ട് കൊടുക്കുന്ന പണമല്ല, ഇത് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ പണം കുടുംബശ്രീക്ക് വായ്പയെടുക്കാം. ഇതിനുള്ള പലിശയ്ക്കുള്ള സബ്സിഡി ആയിരിക്കും സർക്കാർ നൽകുക എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കായി കുടുംബശ്രീക്ക് 100 കോടി രൂപയാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് 100 കോടിയുടെ പാക്കേജ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു KN ബാലഗോപാൽ തന്റെ കന്നി ബഡ്ജറ്റിൽ. ഏറ്റവും ശ്രദ്ധേയമായത് കുടുംബശ്രീ എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ തോമസ് ഐസക്കിന്റെ ഒരു വലിയ സംഭാവനയായിരുന്നു, വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആ അർത്ഥത്തിൽ അതിനെ പരിഷ്കരിച്ചും അതിനെ കൂടുതൽ പദ്ധതികൾ നൽകിയും അതിനെ പരിപോഷിപ്പിക്കുകയായിരുന്നു. 10,000 ഓക്സിലറി അയൽക്കൂട്ട യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് കൂടിയാണ് തോമസ് ഐസക് കൊണ്ടുവന്ന ഈ കുടുംബശ്രീ പദ്ധതികളുടെ ഒരു പുതിയ അപ്ഗ്രഡേഷനാണ് KN ബാലഗോപാൽ ഇവിടെ ഉറപ്പുവരുത്തുന്നത്. 10,000 ഓക്സിലറി അയൽക്കൂട്ട യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിൽ പറയുന്നത്. തീർന്നില്ല, 12 കോടി തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും തൊഴിലുറപ്പ് വഴി. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വഴി അഥവാ തൊഴിലുറപ്പ് പദ്ധതി വഴി, നരേഗ വഴി ഉറപ്പുവരുത്തുന്നത് 12 കോടി തൊഴിൽ ദിനങ്ങളാണെന്നും KN ബാലഗോപാൽ പറയുന്നു. ഇങ്ങനെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ശാക്തീകരണ പ്രവർത്തനങ്ങൾ തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതിന്റെ തുടർച്ചയെന്ന വണ്ണം KN ബാലഗോപാലും തന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 12 കോടി തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ഒപ്പം തന്നെ 100 കോടി രൂപ വായ്പാ ഇനത്തിൽ എടുക്കാൻ വേണ്ടി കുടുംബശ്രീക്കുള്ള പദ്ധതി കൂടി വിഭാവനം ചെയ്യുന്നു KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിൽ. കുടുംബശ്രീയിലേക്കും സമൂഹത്തിലെ എല്ലാ തട്ടുകളിലേക്കും പരമാവധി പണം എത്തിക്കുക, ക്യാഷ് ഇൻഫ്ലോ ഉറപ്പാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നത് എന്നും KN ബാലഗോപാൽ പറയുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് കുടുംബശ്രീ പ്രവർത്തകർ ഈ ബഡ്ജറ്റിന്റെ പ്രഖ്യാപനങ്ങളെ സ്വീകരിക്കുന്നത്. ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ കുടുംബശ്രീക്ക് വേണ്ടി നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉപജീവനം നഷ്ടപ്പെട്ടവർക്കായി കുടുംബശ്രീ വഴി 100 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 12 കോടി തൊഴിൽ ദിനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1000 കോടിയുടെ വായ്പാ പദ്ധതി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയുടെ CDS പ്രവർത്തകരാണ് നമുക്കൊപ്പം ഉള്ളത് തൃശ്ശൂരിലെ. എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണോ നോക്കിക്കാണുന്നത്? ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. കാരണം നടപ്പിലാക്കുന്ന പദ്ധതികൾ മുഴുവൻ നമുക്ക് അനുകൂലമായും വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ പരമായിട്ട് ഇനിയും നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിലൂടെ പല പ്രവർത്തന തലങ്ങളിലേക്കും കുടുംബശ്രീയെ കൂടുതലായി ഉൾപ്പെടുത്തണമെന്നും ആഗ്രഹിക്കുന്നു.
തന്നെ ഈ 10,000 അയൽക്കൂട്ട യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജനകീയമാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? 100%. എന്ന് വെച്ചാൽ കുടുംബശ്രീ ആണ് ഇപ്പോൾ എല്ലാം താഴെ തട്ടി കിടക്കുന്ന എല്ലാവരെയും ഒരുവിധം ഉയർത്തിക്കൊണ്ടുവരാനും പഴയ ഒരു മനോഭാവം ജനങ്ങളിൽ നിന്ന് പൊതുവായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ കുടുംബശ്രീയിലേക്ക് ധാരാളം ആളുകൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ കൂടുതൽ അംഗങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ഒരു ഇതായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ തൊഴിലുറപ്പ് ദിനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 10,000 തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ അവർക്ക് തൊഴിലിലങ്ങ് കിട്ടുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിലുള്ളവർക്ക് അത് വലിയ കുറേ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾക്കൊന്നും തൊഴിലെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അത്രയും തൊഴിൽ ദിനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കും? നമ്മളിപ്പോൾ കുടുംബശ്രീനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളത് പോസിറ്റീവായിട്ടാണ് എടുക്കാറ്. ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ന കൊറോണ കാരണം ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറയണ ഒരു സംഭവം കുടുംബശ്രീയുടെ പ്രവർത്തന തലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഇതും ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുള്ളൂ. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ ബജറ്റിലുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ അത് ഏറെ പ്രതീക്ഷയോടെയാണ് തൃശ്ശൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ നോക്കിക്കാണുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശ്ശൂർ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒന്ന് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നുവെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ മത്സ്യബന്ധനത്തിനും ആഴക്കടൽ മത്സ്യബന്ധനത്തിനും ഏത് രീതിയിലായിരിക്കും പ്രാധാന്യം കൊടുക്കുകയെന്നാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. മത്സ്യബന്ധനത്തിന് എത്ര തുക നീക്കിവെച്ചിട്ടുണ്ട് KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിൽ എന്ന് നമുക്ക് നോക്കാം. മത്സ്യ സംസ്കരണത്തിന് നീക്കിവെച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ് ഈ ഘട്ടത്തിൽ. ആഴക്കടൽ മത്സ്യബന്ധനമടക്കം വിവാദമായിട്ടുള്ള നയങ്ങളെ പരാമർശിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ മുൻ കേന്ദ്ര സർക്കാരുകളെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്. മത്സ്യ സംസ്കരണത്തിന് 5 കോടി രൂപ ഉറപ്പു നൽകുന്നുണ്ട്. തീരദേശ പരിപാലനത്തിനോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത് ബ്ലൂ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങളും സർക്കാർ ശക്തിപ്പെടുത്തും എന്നുകൂടി പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ബഡ്ജറ്റ് ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ASEAN കരാർ സമ്മർദ്ദം ചെലുത്താൻ മുൻകൈ എടുക്കും എന്നുകൂടി പറയുന്നുണ്ട്. ASEAN കരാർ അടക്കം മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ അനുവർത്തിച്ചു വന്ന നയങ്ങളെ ഈ ബഡ്ജറ്റ് രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നദികളും ജലാശയങ്ങളും സംരക്ഷിക്കാനുള്ള പദ്ധതികൾ കൂടി ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയം. ആ അർത്ഥത്തിൽ ഒരു ഗ്രീൻ ബഡ്ജറ്റ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ സാധിക്കും. ജലാശയങ്ങളിലെ മണലും മാലിന്യവും നീക്കം ചെയ്യാനുള്ള നടപടികളും KN ബാലഗോപാൽ തന്റെ കന്നി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാത്രവുമല്ല പ്രളയത്തിന്റെ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രളയ നിയന്ത്രണത്തിനു വേണ്ടി ഒരു സമഗ്രമായ പാക്കേജ് ഉറപ്പുവരുത്താനും KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിലൂടെ ശ്രമിക്കുന്നു. തീർന്നിട്ടില്ല. കടൽക്ഷോഭം മൂലം തകർന്ന തീരപ്രദേശത്തെ സംരക്ഷിക്കാനുള്ള പദ്ധതികളിൽ കടൽ ഭിത്തികൾ ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി ശാസ്ത്രീയ രീതിയിൽ നിർമ്മിക്കും എന്നുകൂടി KN ബാലഗോപാൽ തന്റെ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. ഈ ബഡ്ജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് മത്സ്യത്തൊഴിലാളികൾക്കും വ്യാപാരി വ്യവസായികൾക്കും ഒപ്പം പരിസ്ഥിതിക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന തുല്യ പ്രാധാന്യം തന്നെയാണ്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ വ്യാപാരി വ്യവസായികൾ പ്രതികരിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ബഡ്ജറ്റിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കുടുംബശ്രീ പ്രവർത്തകർ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നിരാശാജനകമാണ് എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത്. പുതിയ ധനമന്ത്രിയിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഭാവിയിൽ നികുതി കൂട്ടുമെന്ന സൂചന ബജറ്റിലുണ്ട്. GSTയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെറുപ്പക്കാരെ വ്യാപാര മേഖലയിലേക്ക് ആകർഷിക്കാൻ പദ്ധതികളില്ലെന്നും T നസറുദ്ദീൻ ആരോപിച്ചു. ഇന്ന് ശ്രീമാൻ ബാലഗോപാൽ പുതിയ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് വ്യാപാരികളെ സംബന്ധിച്ചോളം ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചോളം തീർത്തും നിരാശാജനകമാണ്. ഈ പുതിയ ധനകാര്യമന്ത്രി പഴയ ധനകാര്യമന്ത്രിയിൽ നിന്ന് മാറി പുതിയ ധനകാര്യമന്ത്രിയായപ്പോൾ ന്യായമായും എന്തെങ്കിലും ചെറുപ്പക്കാർക്ക് അനുകൂലമായി ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടായില്ല. ബഡ്ജറ്റിൻ്റെ മറുപടി പ്രസംഗമുണ്ട്. ആ മറുപടി പ്രസംഗത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. KN ബാലഗോപാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്ന ഒന്നാണ് ടൂറിസം മേഖല. ടൂറിസം മേഖല 2018 മുതൽ പ്രളയത്തെ തുടർന്ന് മരവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു. കാര്യമായ പ്രതീക്ഷകളൊന്നും ടൂറിസം മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ സൂചനകൾ കൂടി ഈ ബഡ്ജറ്റിൽ KN ബാലഗോപാൽ ചേർത്തു വയ്ക്കുന്നുണ്ട്. ടൂറിസം വകുപ്പിന് വേണ്ടി ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെന്റ് ഉത്തരവാദിത്ത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ്. റെസ്പോൺസിബിൾ ടൂറിസം, പരിസ്ഥിതിയെ മാനിക്കുന്ന ടൂറിസം ആയിരിക്കും നടപ്പിൽ
വരുത്തുക എന്നുകൂടി പറയുന്നു. ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 30 കോടി രൂപയാണ് ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, ഒരു റിവൈവലിന് വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതാണ്. കഴിഞ്ഞ 2 വർഷമായി മരവിച്ചിരിക്കുന്ന ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ 30 കോടിയുടെ പാക്കേജ് KN ബാലഗോപാൽ പ്രഖ്യാപിക്കുന്നു. ടൂറിസം പാക്കേജുകൾക്ക് വേണ്ടി 10 കോടി രൂപ നീക്കിവെക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടം കൊണ്ട് തീരുന്നില്ല. നമ്മളുടെ ടൂറിസത്തിനെ ആഗോള ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി, ടൂറിസം മാർക്കറ്റിംഗിന് വേണ്ടി ഈ ബഡ്ജറ്റ് നീക്കിവെച്ചിരിക്കുന്നത് 50 കോടി രൂപയാണ്. കൊച്ചി, കൊല്ലം, തലശ്ശേരി എന്നീ 3 ഇടങ്ങളിൽ ആംഫിബിയൻ സർവീസ് എന്നുള്ളതും ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളാണ്. കരയിലും ജലത്തിലും ഓടുന്ന രീതിയിലുള്ള സർവീസുകൾ, വാട്ടർ ലാൻഡ് സർവീസിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ആംഫിബിയൻ സർവീസ് കൂടി നടപ്പിലാക്കുന്നു എന്നതും ഈ ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് മാറുന്നു. മാത്രമല്ല, ലിറ്റററി പേഴ്സണാലിറ്റി, സാഹിത്യ വ്യക്തിത്വങ്ങളെ അവർ ജനിച്ച നാടുകളിലൂടെ, അത്തരം പ്രാധാന്യമുള്ള ഇടങ്ങളിലൂടെ ടൂറിസം സർക്യൂട്ടുകൾക്ക് വേണ്ടി 50 കോടി രൂപയും നീക്കിവെക്കുന്നു എന്നതാണ്. മലബാർ ലിറ്റററി സർക്യൂട്ട്, ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ തുടങ്ങിയവയും ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായി നിൽക്കുന്നു. KFC വായ്പ എടുത്ത് 10,000 കോടിയായിട്ട് ഉയർത്തും. ടൂറിസം മേഖലയെ റിവൈവ് ചെയ്യാനെന്ന് കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. KFC വഴി നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വായ്പാ പദ്ധതികളും ടൂറിസം മേഖലയിൽ KN ബാലഗോപാൽ പ്രഖ്യാപിക്കുന്നു. KFC വായ്പ 10,000 കോടിയായിട്ട് ഉയർത്തുക കൂടി ചെയ്യും. അങ്ങനെ ടൂറിസം മേഖലയെ പൂർണ്ണമായിട്ടും തഴുകിത്തലോടുന്നൊരു ബഡ്ജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓർമ്മിക്കണം, 2018 മുതൽ തകർന്നു കിടന്ന, മന്ദീഭവിച്ചു കിടന്ന ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ. റിപ്പോർട്ട്. കോവിഡ് പ്രതിസന്ധി കാലത്ത് ടൂറിസം മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന പദ്ധതികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ടൂറിസം വകുപ്പിന് മാർക്കറ്റിംഗിന് നിലവിലുള്ള 100 കോടി രൂപയ്ക്ക് പുറമെയാണ് 50 കോടി രൂപ അധികമായി അനുവദിക്കുന്നത്. ടൂറിസം മേഖലയിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്നതിനായി KFC 400 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. പുനരുജ്ജീവന പാക്കേജായി 30 കോടിയാണ് മാറ്റിവെച്ചത്. ടൂറിസം മേഖലയ്ക്ക് ഒരു തിരിച്ചുവരവിന് പദ്ധതികൾ സഹായമാകുമെന്നാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ടൂറിസത്തിനെ നല്ല രീതിയിൽ ബഡ്ജറ്റിൽ പറഞ്ഞു. മിനിസ്റ്റർ നല്ല രീതിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ടൂറിസത്തിനെ ഒരു പ്രയോറിറ്റി സെക്ടറായി കാണുന്നുണ്ട്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആവശ്യപ്പെട്ടിരുന്ന ചില പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിലും കൂടുതൽ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം. ഒരുപാട് തൊഴിൽ നഷ്ടം സംഭവിച്ചൊരു മേഖലയാണ് ടൂറിസം. അതിനകത്ത് ഇതുപോലെ ഉള്ള ഇത് ചെറിയൊരു കൈത്താങ്ങായിക്കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആയിട്ടുള്ള റിവൈവൽ പാക്കേജുകളും സർവൈവൽ പാക്കേജുകളും വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ചില പുതിയ പദ്ധതികളും ബജറ്റിലുണ്ട്. മലബാർ തെക്കൻ മേഖലകളിൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മലബാർ ലിറ്റററി സർക്യൂട്ടിനും ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിനുമായി 50 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. KN ബാലഗോപാൽ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റിൽ നമ്മൾ കൗതുകപൂർവ്വം കാത്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റാണ് ഗതാഗതം, പ്രത്യേകിച്ച് KSRTC പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് മാന്ത്രികമായിട്ടുള്ള പ്രഖ്യാപനമാണ് നടത്തുക KN ബാലഗോപാൽ എന്നതായിരുന്നു നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ KSRTCക്ക് പുതുജീവൻ നൽകാനുള്ള വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 100 കോടി രൂപ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ബഡ്ജറ്റിൽ KN ബാലഗോപാൽ ഉൾക്കൊള്ളിക്കുന്നു. 3000 ഡീസൽ ബസ്സുകൾ ഘട്ടം ഘട്ടമായി CNGയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പ്രകൃതിവാതകത്തിലൂടെ ഓടുന്ന KSRTC ബസ്സുകൾ എന്നുള്ള യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ആദ്യഘട്ടത്തിൽ 3000 ബസ്സുകളാണ് ഈ ഘട്ടത്തിൽ മാറ്റാൻ പോകുന്നത്. ആൻഡ് പോയിന്റ് നമ്പർ 2, KSRTCയെ റിവൈവ് ചെയ്യാൻ ആദ്യഘട്ടത്തിൽ 100 കോടി രൂപ പ്രഖ്യാപിക്കുന്നു KN ബാലഗോപാൽ. തകർന്നു കിടക്കുന്ന KSRTC വ്യവസായത്തെയും KSRTCയെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികൾ KN ബാലഗോപാൽ ശ്രമിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ബഡ്ജറ്റ് അങ്ങനെ സമസ്ത മേഖലകളെയും തഴുകിത്തലോടി കടന്നു പോകുന്നുണ്ട്.